ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് ദുബായിലത്തെ അൽഷീഫിലായിരുന്നു. അൽഷീഫ് എന്ന് പറഞ്ഞാൽ ദുബായിലത്തെ ഒരു ക്രീക്ക് സൈഡാണ്. അവിടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിങ്സും മറ്റേ സൈഡിൽ മോഡേൺ ആർക്കിടെക്ചർ ബിൽഡിങ്സാണ് ഉള്ളത്. ഞങ്ങൾ പഴയ രീതിയിലുള്ള ബിൽഡിങ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് പോലത്തെ ടെക്സ്ചർ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് അങ്ങനത്തെ വീടുകളിലാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ദയറ. ഇവിടെ നിറയെ ബോട്ടുകളും യാട്ടുകളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുത്തിട്ട് ബർത്ത്ഡേ പാർട്ടികളും എന്തെങ്കിലും പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഘോഷിക്കാം. കൂടുതൽ ആഘോഷിച്ച് കാണുന്നതെന്ന് പറഞ്ഞാൽ ദോ ക്രൂസ് ഷിപ്പുകളിലാണ്. ഇവിടെ പിന്നെ കുറേ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഈ ക്രീക്കിൽ ഫെസ്റ്റിവൽ ടൈം ആകുമ്പോൾ ഫയർ വർക്സും പ്രോഗ്രാംസും ഒക്കെ പെരുന്നാളിന് എല്ലാ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിനൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് വാട്ടർ ടാക്സി ഉണ്ട്. അത് ഷാർജയ്ക്കും ബുർജ് ഖലീഫയിലേക്കൊക്കെ അതിൽ പോവാട്ടോ. ക്രീക്കിലൂടെ നടന്ന ബർദുബായ് വരെയൊക്കെ പോവാം. ഈ ക്രീക്കിനടുത്താണ് ഉള്ളത്. ഈ ക്രീക്കിനടുത്താണ് ഈ പല രാജ്യങ്ങളുടെ എംബസികളും എല്ലാം ഇതുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോയത് ബുർജുമാൻ സെൻട്രലിലേക്കാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്നൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല. കാരണം അപ്പോൾ സിനിമ കിട്ടില്ലല്ലോ. എന്നാൽ രാത്രിയാണ് ഇവിടുത്തെ ഈ ബോട്ടുകളൊക്കെ LED ലൈറ്റൊക്കെ കത്തിച്ച് ഫുള്ള് വെളിച്ചത്തിലൊക്കെ വരും. അതിൽ പാർട്ടികളൊക്കെ നടത്തിയിട്ട് ആൾക്കാരൊക്കെ വരുന്നത് കാണാം. ഞങ്ങൾ അധികം ഒന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ സിനിമയ്ക്ക് തന്നെ പോന്നു. സിനിമ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജുമാൻ സെൻറ്ററിലാണ്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഷോപ്പിംഗ് മാള്. ഞങ്ങളിവിടെ സിനിമ കാണാനാണ് വന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ആ മാളൊന്ന് ചുറ്റിക്കറങ്ങി. ഇവിടെ പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് പല രാജ്യങ്ങളുടെ നിന്നുള്ള ആൾക്കാരിനെയും കണ്ട്. ഫുഡ് കോർട്ടാണ് ഇവിടുത്തെ മെയിൻ. വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു ഈ മാളിൽ. 10 സ്ക്രീൻ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ